പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 39-ാമത്തെ സങ്കീർത്തനം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നോക്കൂ, നമ്മുടെ യുവത്വവും ആരോഗ്യവും വിജയവും ഒക്കെ നമ്മളെ വലിയ വിജയാളിയാണെന്നുള്ള ഒരു വിദ്യാധാരണ നമ്മളിൽ സൃഷ്ടിക്കും. ജീവിതം സ്ഥിരതയുള്ളതായിട്ട് നമുക്ക് തോന്നുമ്പോഴും, നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും, ഈ അനുഗ്രഹങ്ങളൊക്കെ എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും എന്ന രീതിയിൽ ജീവിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ ജീവിതം ക്ഷണികമാണെന്നും അത് ദുർബലമാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏറിയ പങ്കും കഴിഞ്ഞു പോയേക്കാം. നമ്മുടെ ശക്തി എപ്പോഴേക്കും ക്ഷയിച്ചു പോയേക്കാം. നമ്മുടെ ആ ഭൗമികമായ ജീവിതം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയേക്കാം. മരണത്തെ അവഗണിക്കുന്നത് കൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഇല്ലാതെയാകുന്നില്ല. സത്യസന്ധമായി അതിനെ നേരിടുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആ ക്ഷണികമായ ജീവിതം വളരെ ചെറിയ ഒരു കാലയളവാണെന്ന് നാം ഓർക്കുമ്പോൾ, ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ കാര്യങ്ങൾക്കായി നമ്മൾ കൂടുതൽ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മൾ തിടുക്കം കാണിക്കും. അങ്ങനെ ജീവിക്കാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാകും. നാം വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതിയ കാര്യങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെടുകയും നിത്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറത്ത്, നമ്മുടെ ഈ ജീവിതത്തിനപ്പുറത്ത് എന്ത് എന്നുള്ള ഒരു ചിന്ത, ആ ഒരു സത്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാകുന്നു എന്ന് നമ്മോട് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ പ്രത്യാശ കണ്ടെത്തുവാൻ ഇടയായി തീരും. പ്രിയരെ, ഈ മരണം എന്ന ഒരു വിഷയം അത് അഭിമുഖീകരിക്കേണ്ട ഒരു കാലം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ ഓർത്തു ഭയപ്പെടാതെ, ഞാൻ തന്നെ വഴിയും ജീവനും സത്യമാകുന്നു എന്നരുളി ചെയ്ത നാഥനിൽ പ്രത്യാശ വെക്കാം. ഭയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ രോഗഭയം, മരണഭയം, മറ്റുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. ദൈവം തരുന്ന ആ ദൈവിക സമാധാനം അനുഭവിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.